നമസ്കാരം പ്രിയമുള്ളവരെ, കൃഷി പാഠശാലയുടെ ഈ 12ാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങളെ എല്ലാവരെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കാർഷിക രംഗത്തെ സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾക്കുള്ള സഹായ പദ്ധതികളെ കുറിച്ചാണ്. ഈ പ്രസന്റേഷൻ നിങ്ങളെല്ലാവരും കണ്ടതിന് ശേഷം നമുക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് സംശയങ്ങൾക്കും മറുപടി പറയുന്നതായിരിക്കും. അതിന് നിങ്ങൾ കാർഷിക ഒരു സംഘത്തിന്റെ ടോൾ ഫ്രീ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം, അല്ലെങ്കിൽ ഫേസ്ബുക്കിലൂടെ തന്നെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ ചോദ്യങ്ങൾ ചോദിക്കാം. നമുക്ക് പ്രസന്റേഷനിലേക്ക് വരാം. ഒന്നുകൂടെ കൃഷി വകുപ്പിന് വേണ്ടി എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കേരളത്തിൽ കാർഷിക മേഖലയിൽ മൂല്യവർദ്ധനവ് നടത്തുന്നതിനുള്ള സംരംഭങ്ങൾക്ക് സഹായം നൽകുന്നതിനാണ് SFAC കേരള രൂപീകൃതമായിരിക്കുന്നത്. നമ്മൾ കേരളത്തിലെ കാർഷിക മേഖലയെ സഹായിക്കുന്ന 3 പ്രധാന പദ്ധതികളാണ് ഇപ്പോൾ നടപ്പിലാക്കുന്നത്. അതിൽ ഇപ്പോൾ നടപ്പിലാക്കുന്നത് കാർഷിക മേഖലയിലെ സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾക്കുള്ള സഹായ പദ്ധതി, ഫാമർ പ്രൊഡ്യൂസർ കമ്പനികൾക്കുള്ള സഹായ പദ്ധതി, ഇതുകൂടാതെ കാർഷിക മേഖലയിൽ ഫുഡ് പ്രോസസ്സിംഗ് രംഗത്ത് MSME സംരംഭങ്ങൾക്ക് 50 ലക്ഷം രൂപ വരെ അവരുടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിന് നമ്മൾ സബ്സിഡിയായി നൽകുന്നു. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾക്കുള്ള സഹായങ്ങളെ കുറിച്ചാണ്. ഈ വർഷം ആദ്യമായി ആരംഭിക്കുന്ന സ്കീമാണ് കാർഷിക മേഖലയിലെ സ്റ്റാർട്ടപ്പ് സംരംഭങ്ങളെ സഹായിക്കുന്നതിനുള്ള പദ്ധതി. ഇതിന്റെ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററുകൾ വഴി ഒരു സംരംഭകന് പുതിയ ടെക്നോളജികളും പ്രോസസ്ഡ് പ്രോഡക്ട്സും പുതിയ സർവീസുകളും രൂപപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മൾ സഹായം നൽകുന്നു. നൂതന കാർഷിക സമ്പ്രദായങ്ങൾ, ഉൽപാദനോപാധികൾ, ഭക്ഷ്യ സംസ്കരണം, മൂല്യവർദ്ധനവ്, ഉൽപ്പന്ന സംഭരണ വിതരണ ശൃംഖലകൾ സ്ഥാപിക്കുന്നതിനുള്ള പദ്ധതികൾ എന്നിവയ്ക്ക് നമ്മൾ ഈ പദ്ധതി വഴി സഹായം നൽകുന്നു. വിവര സാങ്കേതിക വിദ്യ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റോബോട്ടിക്സ്, ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, മാലിന്യ നിർമ്മാർജ്ജനം, നൂതന ജലസംരക്ഷണ മാർഗങ്ങൾ, സുരക്ഷിത ഭക്ഷ്യോൽപാദനം എന്നിവയ്ക്ക് വേണ്ടിയുള്ള പ്രോജക്റ്റുകൾക്ക് നമ്മൾ സബ്സിഡി നൽകുന്നുണ്ട്. തൊഴിൽ ഭാരം ലഘൂകരിക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യകൾ ഡെവലപ്പ് ചെയ്യുന്നതിന് സഹായം നൽകുന്നു. സ്റ്റാർട്ടപ്പ് അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ സൗകര്യം ഉപയോഗിച്ച് നൂതന ഉൽപ്പന്നങ്ങളും സർവീസുകളും രൂപപ്പെടുത്തുവാനുള്ള ഒരു സുവർണാവസരമാണ് ഈ പദ്ധതി. സ്റ്റാർട്ടപ്പ് അഗ്രി ബിസിനസ് സംരംഭങ്ങൾക്ക് 10 ലക്ഷം രൂപ വരെ സീഡ് ഫണ്ട് നൽകുവാൻ ഈ പദ്ധതിയിൽ പ്രൊവിഷനുണ്ട്. ഇതിന്റെ ലക്ഷ്യങ്ങളെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. കാർഷിക രംഗത്ത് നൂതന ആശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും അവ വിപണനം ചെയ്യുന്നതിനുമായിട്ടുള്ള ബിസിനസ് മോഡലുകൾ വികസിപ്പിക്കുവാനായിട്ട് ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. കാർഷിക മേഖലയിൽ പുതിയ സാങ്കേതിക വിദ്യകളും ആശയങ്ങളും കൊണ്ടുവരുന്ന സംരംഭകർക്ക് ഇൻക്യുബേഷൻ, സീഡ് ഫണ്ടിംഗ്, ബിസിനസ് സപ്പോർട്ടിംഗ് എന്നീ സേവനങ്ങൾ ഈ പദ്ധതിയിലൂടെ ലഭ്യമാകുന്നു. മൾട്ടി ഡിസിപ്ലിനറി മോഡൽ ടെക്നോളജീസ് കാർഷിക രംഗത്ത് പ്രയോഗിക്കുന്നതിനും ഇതുമൂലം വിള ഉൽപാദനം, ഉൽപാദനക്ഷമത, ലാഭം എന്നിവ വർദ്ധിപ്പിക്കുന്നതിനുള്ള ബിസിനസ് മോഡലുകൾ വികസിപ്പിക്കുവാൻ ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. കാർഷിക ബിസിനസ് സംരംഭങ്ങൾ വികസിപ്പിച്ചുകൊണ്ട് ഉയർന്ന വിളവെടുപ്പ്, വിള കൈകാര്യം ചെയ്യൽ, പ്രോസസ്സിംഗ്, പാക്കേജിംഗ്, മാർക്കറ്റിംഗ് എന്നിവയിലൂടെ ഉയർന്ന ഉൽപാദനക്ഷമതയും മികച്ച വില ലഭ്യത, മികച്ച സാങ്കേതിക വിദ്യകൾ എന്നിവ ലഭ്യമാക്കിക്കൊണ്ട് യുവാക്കളെയും NRIs, NRKസിനെയും കാർഷിക മേഖലയിലേക്ക് ആകർഷിക്കുവാനായി ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. ജോലികളും കുറഞ്ഞ സമയം കൊണ്ട് കാർഷിക ജോലികൾ ചെയ്യുവാനായിട്ടുള്ള സാങ്കേതിക വിദ്യയും കാർഷിക യന്ത്രങ്ങളും നൽകിക്കൊണ്ട്
കാർഷിക മേഖലയിൽ ഒരു ഗിഗ് എക്കണോമി നൽകുന്നതിന് സ്കൂൾ വിദ്യാർത്ഥികൾ മുതൽ കാർഷിക ടെക്നീഷ്യൻ, സാങ്കേതിക വിദഗ്ധർ ഇവരെയെല്ലാം കോർത്തിണക്കുന്ന ഒരു ശൃംഖല സൃഷ്ടിക്കുവാൻ ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. അത്യാധുനിക സാങ്കേതിക വിദ്യകളെ കാർഷിക മേഖലയിലേക്ക് ആകർഷിക്കുന്നതിനും കാർഷിക മേഖലയിൽ കൂടുതൽ നിക്ഷേപാവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ, ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, ബിഗ് ഡേറ്റ, അഡ്വാൻസ്ഡ് അനലറ്റിക്സ് ടെക്നോളജി എന്നിവയുടെ അനന്ത സാധ്യതകൾ ഈ മേഖലയിൽ ഉപയോഗിക്കുവാൻ ഈ സ്കീം സഹായിക്കും. കേരളത്തിലെ യുവാക്കൾക്കിടയിൽ അഗ്രിപ്രനർഷിപ്പിന്റെ സാധ്യതകൾ മനസ്സിലാക്കുകയും ഗ്രാമപ്രദേശങ്ങളിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാനും ഇത് സഹായിക്കും. കാർഷിക മേഖലയിലെ നഷ്ടസാധ്യതകൾ ലഘൂകരിക്കുന്നതിലൂടെ വിളകളെ മത്സരാധിഷ്ഠിതമായി വളർത്തുന്നതിന് പുതിയ പരിഹാരങ്ങൾ രൂപപ്പെടുത്തുവാൻ പങ്കാളികളെ സഹായിക്കുന്ന മോഡലുകൾ ഇതിൽ അവതരിപ്പിക്കുവാൻ അവസരമുണ്ട്. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ, കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി, ഇന്ത്യയിലെ ദേശീയവും അന്തർദേശീയവുമായുള്ള റിസർച്ച് സ്ഥാപനങ്ങൾ എന്നിവയുമായി സഹകരിച്ച് സംരംഭകർക്ക് ആവശ്യമായ പരിശീലനവും മാർഗനിർദ്ദേശവും ഈ പദ്ധതി മൂലം നൽകുന്നുണ്ട്. കേരളത്തിലെ കാർഷിക വികസനത്തിനായി സാങ്കേതികമായി യോഗ്യതയുള്ളതും പുതുമയുള്ളതുമായ ആശയങ്ങൾ ഇതിലൂടെ അവതരിപ്പിക്കുവാൻ അവസരമുണ്ട്. കേരളത്തിലെ യുവാക്കൾക്കിടയിൽ അഗ്രിപ്രന്യൂർഷിപ്പിന്റെ സാധ്യതകൾ പ്രോത്സാഹിപ്പിക്കുവാൻ ഇത് ലക്ഷ്യമിടുന്നു. കാർഷിക രംഗത്ത് മത്സരാധിഷ്ഠിതമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നതിനും പുതിയ പരിഹാരങ്ങൾ രൂപപ്പെടുത്തുവാനുമായി ഉള്ള റിസർച്ച് ഈ പദ്ധതിയിൽ അവസരമുണ്ട്. ഈ പദ്ധതിയുടെ പ്രധാന ഫോക്കസ് മേഖലകൾ, നമ്മൾ ഏതൊക്കെ ഫീൽഡിലാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് കാർഷിക മേഖലയിലെ കർഷകർക്ക് ആവശ്യമുള്ള വിത്ത്, വളം തുടങ്ങിയ ഉൽപാദനോപാധികളിൽ പുതിയ ആശയങ്ങൾ ഈ പദ്ധതിയിൽ നടപ്പിലാക്കുവാൻ അവസരമുണ്ട്. വിളപരിപാലനം, ജൈവ സുരക്ഷിത ഭക്ഷ്യ ഉൽപാദനം, രോഗകീട പോഷക നിയന്ത്രണം, പുതിയ ആപ്ലിക്കേഷനുകൾ ഡെവലപ്പ് ചെയ്യൽ, വിജ്ഞാന വ്യാപനം എന്നിവയ്ക്കായുള്ള സാങ്കേതിക വിദ്യകൾക്ക് ഈ പദ്ധതിയിൽ അവസരമുണ്ട്. ഗ്രീൻ ഹൗസ് ടെക്നോളജി, പ്രിസിഷൻ ഫാമിംഗ്, ഡ്രോണുകളുടെയും റോബോട്ടിക്സിന്റെയും ഉപയോഗം, വെർട്ടിക്കൽ ഫാമിംഗ്, ഹൈഡ്രോപോണിക്സ്, എയറോപോണിക്സ്, നഗരകൃഷി എന്നിവ പോലുള്ള പുതിയ കാർഷിക രീതികൾ, നൂതന ജലസേചന സാങ്കേതിക വിദ്യകൾ, യന്ത്രവൽക്കരണം, പ്രിസിഷൻ ഫാമിംഗ്, മികച്ച വിളവെടുപ്പിനുള്ള സാങ്കേതിക വിദ്യകളും കേരളത്തിലെ വിളകൾക്കുള്ള ആപ്ലിക്കേഷനുകളും, പോസ്റ്റ് ഹാർവസ്റ്റ് ഹാൻഡ്ലിംഗ് ടെക്നോളജി, ഭക്ഷ്യ സംസ്കരണം, മൂല്യവർദ്ധനവും പാക്കേജിംഗ് എന്നിവയുമായി ബന്ധപ്പെട്ട ടെക്നോളജികൾ, ഫുഡ് ട്രേസബിലിറ്റി, ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോം, ഭക്ഷ്യസുരക്ഷ, സംഭരണശാല വിതരണ ശൃംഖല, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, ഈ പ്ലാറ്റ്ഫോമുകളിൽ ഇന്റർനെറ്റ് ICT ടെക്നോളജികൾ ഉപയോഗിച്ചിട്ടുള്ള സേവനങ്ങൾ, അതിൻ്റെ ഫാമർ സർവീസ് സെന്റേഴ്സ്, ക്ഷീര മൃഗസംരക്ഷണ മത്സ്യബന്ധന മേഖലകൾ സംയോജിപ്പിച്ചുകൊണ്ടുള്ള മിശ്രിതമായ കൃഷി മാതൃകകൾ, ജൈവ വൈവിധ്യ സംരക്ഷണത്തിനും മൂല്യവർദ്ധനവിനും സംസ്കരണത്തിനുമായി വിദേശ വിളകളുടെയും ഇനങ്ങളുടെയും അവതരണം, കാർഷിക വികസനത്തിനായിട്ട് നൂതന സാങ്കേതിക ആശയങ്ങൾ അവതരിപ്പിക്കുന്നതിനുള്ള അവസരങ്ങൾ, സാങ്കേതിക ഇടപെടലിലൂടെ കൃഷിയുടെ പ്രവർത്തനങ്ങൾ ലളിതമാക്കുന്ന ഗിഗ് എക്കണോമിക്ക് വേണ്ടിയുള്ള ഒരു പ്ലാറ്റ്ഫോം വികസിപ്പിക്കുക, കേരളത്തിന് പ്രത്യേകമായി യോജിക്കുന്ന കാർഷിക പ്രവർത്തനങ്ങൾ വികസിപ്പിക്കുക, മാലിന്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയുള്ള നൂതന കണ്ടുപിടുത്തങ്ങൾ പ്രോത്സാഹിപ്പിക്കുക, കൃഷിക്കായി മൊബിലിറ്റിയും പാരിസ്ഥിതിക സുസ്ഥിര പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുക, മിയാവാക്കി ഫോറസ്റ്റ് പോലുള്ള പരിസ്ഥിതി വികസന സാങ്കേതിക വിദ്യകൾ പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ഇനി ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമുക്ക് തുടരാം.
നമുക്ക് ഈ പ്രസന്റേഷനിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ നൂതനമായ സ്മാർട്ട് ടെക്നോളജി ആപ്ലിക്കേഷനുകൾ കാർഷിക മേഖലയിൽ വികസിപ്പിക്കുവാൻ നമുക്കിത് ഈ പദ്ധതി അവസരം നൽകുന്നു. ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യ, ബിഗ് ഡേറ്റ അനലിറ്റിക്സ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഉപയോഗം, ഇന്റലിജന്റ് ചാറ്റ് ബോട്ട്സ്, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് വിത്ത് ട്രേസബിലിറ്റി ഫോർ മാർക്കറ്റിംഗ് ആൻഡ് എക്സ്പോർട്ട്, എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിംഗ് സൊല്യൂഷൻസ്, വെർച്വൽ റിയാലിറ്റി, ഇന്റർനെറ്റ് ഓഫ് തിങ്സ് ആൻഡ് ഫാം ഓട്ടോമേഷൻ, കാർഷിക മേഖലയിൽ റോബോട്ടിക്സ് സാങ്കേതിക വിദ്യയുടെ ഉപയോഗം, പ്രിസിഷൻ ഫാമിംഗ്, കാർഷിക മേഖലയിൽ ഡ്രോണുകളുടെ ഉപയോഗം, ബഗ് സെൻസറും ഇന്റർനെറ്റ് ഓഫ് തിങ്സ് ടെക്നോളജി ഉപയോഗിച്ച് കീടങ്ങളുടെ പോപ്പുലേഷൻ മെഷർ ചെയ്യുന്നുള്ള ഫീൽഡ് ഫോർ പെസ്റ്റ് കൺട്രോൾ ടെക്നോളജി, മെഷീൻ ലേണിംഗ് എന്നിവ ഈ പദ്ധതിയിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇതിൽ ആർക്കൊക്കെ ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളാകാം എന്ന് നമുക്ക് ചർച്ച ചെയ്യാം. ഇതിൽ വ്യക്തികൾക്ക് ഈ പദ്ധതിയിൽ അപേക്ഷിക്കാം, സ്വാശ്രയ സംഘടനകൾക്ക് അപേക്ഷിക്കാം, ഫാമർ പ്രൊഡ്യൂസർ കമ്പനികൾ, സഹകരണ ചാരിറ്റബിൾ സൊസൈറ്റികൾ, കമ്പനികൾ, വനിതാ ഗ്രൂപ്പുകൾ, വിദ്യാർത്ഥികൾക്കും അവരുടെ വിദ്യാർത്ഥി ഗ്രൂപ്പുകൾക്കും ഇതിൽ അപേക്ഷിക്കാം. കേരളത്തിൽ നിന്നുള്ള വിവിധ ഓർഗനൈസേഷനുകൾ, സർക്കാർ സ്ഥാപനങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ. ഇനി ഏതെങ്കിലും ടെക്നോളജി കേരളത്തിൽ ലഭ്യമല്ല എന്നുണ്ടെങ്കിൽ അത് നൽകാൻ സന്നദ്ധരായ ലോകത്തിലെ ഏത് വ്യക്തിയുടെ അടുക്കൽ നിന്നും നമുക്ക് ആശയങ്ങൾ സ്വീകരിക്കുവാൻ സ്വാതന്ത്ര്യമുണ്ട്. NRIസിനും NRKയ്ക്കും കേരളത്തിലെ കാർഷിക പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ നിർദ്ദേശിക്കാം. ഇനി ഈ സ്കീമിന് കീഴിലുള്ള സാമ്പത്തിക ഘടകങ്ങളെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. സ്റ്റാർട്ടപ്പുകൾക്ക് 10 ലക്ഷം രൂപ വരെ സീഡ് ഫണ്ട് നൽകാൻ ഈ പദ്ധതിയിൽ വകയിരുത്തിയിട്ടുണ്ട്. അത് പുതിയ ഉൽപ്പന്നങ്ങളോ സേവനങ്ങളോ കാർഷിക മേഖലയിലെ നൂതന ടെക്നോളജികളോ ഡെവലപ്പ് ചെയ്യുന്നതിനായിട്ട് ഈ ഫണ്ട് ഉപയോഗിക്കാം. അത് ഉപഭോക്തൃ കേന്ദ്രീകൃത ഉൽപ്പന്നങ്ങൾ, സേവനങ്ങൾ എന്നിവ വിപുലീകരിക്കുന്നതിനും അതിൻ്റെ ബിസിനസ് മാതൃക വികസിപ്പിക്കുന്നതിനും റീഫണ്ടബിൾ അല്ലാത്ത ഒരു ഗ്രാൻഡായിട്ടാണ് ഈ സീഡ് ഫണ്ട് നൽകുന്നത്. അത് ആവശ്യാനുസരണം 1 ലക്ഷം മുതൽ 10 ലക്ഷം രൂപ വരെ സീഡ് ഫണ്ട്. ഇതിനായി ചെലവാകുന്ന മൊത്തം തുകയുടെ 50% ഇത് ബാക്ക് എൻഡഡ് സബ്സിഡി ആയിട്ട് നൽകുന്നതിന് 140 ലക്ഷം രൂപ ഈ പദ്ധതിയിൽ വകയിരുത്തിയിട്ടുണ്ട്. ഈ സീഡ് ഫണ്ട് ഉപയോഗിച്ച് നിങ്ങൾക്ക് നൂതന കാർഷിക ഉൽപ്പന്നങ്ങൾ,
സേവനങ്ങൾ, സാങ്കേതിക വിദ്യകൾ, സുസ്ഥിര കേരളം അടിസ്ഥാനമാക്കിയുള്ള ബിസിനസ് മോഡലുകൾ, കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ വികസിപ്പിക്കുന്നതിനും കാർഷിക മേഖലയിലെ വെല്ലുവിളികൾ പരിഹരിക്കുന്നതിനുമുള്ള ടെക്നോളജികൾ വികസിപ്പിക്കുവാൻ ഉപയോഗിക്കാം. ഈ പദ്ധതിയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗീകരിച്ച ഏതെങ്കിലും നൂതന സാങ്കേതിക വിദ്യ വികസനത്തിനും അല്ലെങ്കിൽ പ്രത്യേക പ്രവർത്തനങ്ങൾക്കും ഈ സീഡ് ഫണ്ട് ഉപയോഗിക്കാം. ആരുടെയൊക്കെ സേവനങ്ങൾ നമ്മുടെ ഈ സ്റ്റാർട്ടപ്പുകൾക്ക് ഈ സീഡ് ഫണ്ട് ഉപയോഗിക്കുന്നതിൽ പ്രയോജനപ്പെടുത്താം എന്ന് നമുക്ക് ചർച്ച ചെയ്യാം. പ്രശസ്തമായ ദേശീയ അന്തർദേശീയ സ്ഥാപനങ്ങൾ, ഇൻക്യുബേറ്ററുകൾ, ആക്സലറേറ്ററുകൾ, ഗവേഷണ കേന്ദ്രങ്ങൾ, ടെക്നോളജി ഡെവലപ്പേഴ്സ്, ഇവരുടെ സേവനങ്ങൾ സ്റ്റാർട്ടപ്പുകൾക്ക് പ്രയോജനപ്പെടുത്തി പുതിയ ടെക്നോളജികളും ഉൽപ്പന്നങ്ങളും സേവനങ്ങളും തയ്യാറാക്കാൻ സാധിക്കും. കൂടാതെ ഈ സാങ്കേതിക സമിതി അംഗീകരിച്ച പേറ്റന്റ്, ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ എന്നിവ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളുടെ മൊത്തം ചെലവിന്റെ 50% ബാക്ക് എൻഡ് സബ്സിഡി ആയിട്ട് 1 ലക്ഷം മുതൽ 10 ലക്ഷം വരെയുള്ള തുക സംരംഭകന് നൽകുന്നതാണ്. രണ്ടാമതായിട്ട് ഈ പദ്ധതിയിൽ കാർഷിക മേഖല നേരിടുന്ന വെല്ലുവിളികളും അവയ്ക്ക് പ്രത്യേക സൊല്യൂഷൻസ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ചലഞ്ചസ് നടത്തുന്നുണ്ട്. സോഫ്റ്റ്വെയർ സംബന്ധമായ ആവശ്യങ്ങൾക്ക് ഹാക്കത്തോൺ സംഘടിപ്പിക്കുന്നു. അപ്പോൾ ഇതിൽ സ്കൂൾ വിദ്യാർത്ഥികൾ, കോളേജ് വിദ്യാർത്ഥികൾ, സ്ത്രീകൾ, FPOകൾ, കമ്പനികൾ, വിവിധ ഗ്രൂപ്പുകൾ തുടങ്ങിയ ആർക്കും ഇതിൽ പങ്കെടുക്കാം. അതിൽ തിരഞ്ഞെടുക്കുന്ന ആശയങ്ങൾക്ക് സമ്മാനങ്ങൾ നൽകും. അപ്പോൾ ഇതിനായിട്ട് ഇന്നൊവേഷൻ ഡെമോ ഡേയ്സ് സംഘടിപ്പിക്കുന്നുണ്ട്. അതിൽ ടെക്നിക്കൽ കമ്മിറ്റി തിരഞ്ഞെടുക്കുന്ന ആശയങ്ങൾക്ക് അതിൻ്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുവാനായിട്ട് ഇന്നൊവേഷൻ ഗ്രാന്റ് അല്ലെങ്കിൽ സീഡ് ഫണ്ട് ഇതിലേതെങ്കിലും സംരംഭകർക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈ വെല്ലുവിളികൾക്കും ഈ ഹാക്കത്തോണുകൾക്കും അതിനുള്ള തീമുകൾ SFIC തീരുമാനിക്കുന്നതാണ്. ഉദാഹരണമായിട്ട് ചലഞ്ചസ്, ഇപ്പോൾ കാർഷിക മേഖലയിൽ ഒരു തെങ്ങിൽ നിന്ന് ഈ ഹാർവെസ്റ്റ് ചെയ്യാനുള്ള കുറെ കൂടെ സിമ്പിളായിട്ടുള്ള ടെക്നോളജികൾ, അപ്പോൾ അതിൻ്റെ ചലഞ്ചസ്, കമുകിൽ നിന്ന് ഹാർവെസ്റ്റ് ചെയ്യാനുള്ള ടെക്നോളജി, പ്ലാവിൽ നിന്ന് ചക്ക അടക്കുന്നതിനുള്ള സിംപ്ലിഫൈഡ് ടെക്നോളജീസ്, മാവ്, വാഴ, അപ്പോൾ ഇതിൽ നിന്ന് ഹാർവെസ്റ്റ് ചെയ്യാനുള്ള ടെക്നോളജികൾ, അപ്പോൾ ഇതിനായിട്ട് ചലഞ്ചസ് നടത്തുന്നു. പിന്നെ ഈ ചക്ക അത് കട്ട് ചെയ്ത് മിനിമൽ പ്രോസസ്സിങ്ങിന് ചുളയായിട്ട് തന്നെ വളരെ സിമ്പിളായിട്ട് എടുക്കാവുന്നുള്ള മെഷീനറി ഡെവലപ്പ് ചെയ്യാനായിട്ട് ചലഞ്ചുകൾ നടത്തുന്നുണ്ട്. ഇത് പോയിട്ട് കാർഷിക മേഖലയിൽ ആവശ്യമായ സോഫ്റ്റ്വെയറുകൾക്ക് വേണ്ടി ഹാക്കത്തോൺസ് നടത്തുന്നുണ്ട്. അപ്പോൾ ഇതിൽ കാർഷികോൽപ്പന്നങ്ങളുടെ വിപണനമാണ് ഒരു പ്രശ്നമായിട്ട് അവശേഷിക്കുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി ഇ-കൊമേഴ്സ് സോഫ്റ്റ്വെയർ, അത് വെബും മൊബൈൽ ബേസ്ഡ് പ്ലാറ്റ്ഫോം, അതിൽ ലോജിസ്റ്റിക് അറേഞ്ച്മെന്റും മികച്ച പേയ്മെന്റ് ഗേറ്റ്വേയും ഉൾപ്പെടെയുള്ള ബിസിനസ് മോഡലുകൾക്കായിട്ട് ഹാക്കത്തോൺ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഫാം പ്രവർത്തനം മെച്ചപ്പെടുത്തുവാനുള്ള ഇലക്ട്രോണിക് മൊബൈൽ സോഫ്റ്റ്വെയറിന് വേണ്ടി ഫീൽഡ് ഓട്ടോമേഷൻ ഇതിൽ സഹായിക്കുന്ന സോഫ്റ്റ്വെയറിന് തിരഞ്ഞെടുക്കുവാനുള്ള ഹാക്കത്തോൺ സംഘടിപ്പിക്കുന്നു. അപ്പോൾ ഈ 2020-21 വർഷത്തേക്ക് ചലഞ്ചുകളും ഹാക്കത്തോണും സംഘടിപ്പിക്കുന്നതിന് 10 ലക്ഷം രൂപ നീക്കിവെച്ചിട്ടുണ്ട്. ഇതിൽ വിജയിക്കുന്നവർക്ക് സമ്മാനങ്ങൾക്ക് പുറമെ അവർക്ക് ഇന്നൊവേഷൻ ഗ്രാന്റോ സീഡ് ഫണ്ടോ ലഭ്യമാക്കാനുള്ള അവസരങ്ങളും ഉണ്ടായിരിക്കും. ഇതുകൂടാതെ കാർഷിക രംഗത്തെ നൂതന സാങ്കേതിക വിദ്യകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും അവ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിനുമായിട്ട് ഇന്നൊവേഷൻ ഡെമോ ഡേയ്സ് സംഘടിപ്പിക്കുന്നതാണ്. അപ്പോൾ ഇതിനായിട്ട് 5.5 ലക്ഷം രൂപ നീക്കിവെച്ചിട്ടുണ്ട്. നൂതന സാങ്കേതിക വിദ്യകൾ ഡെവലപ്പ് ചെയ്യാനും
അപ്പോൾ അത് ടെസ്റ്റ് മാർക്കറ്റ് ചെയ്യുന്നതിനുമായിട്ട് ഇന്നൊവേഷൻ ഗ്രാന്റ് നൽകുന്നതിലേക്കായി 1,00,000 രൂപ നിരക്കിൽ 10 സ്റ്റാർട്ടപ്പുകൾക്ക് ഫണ്ട് നീക്കിവെച്ചിട്ടുണ്ട്. സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും വിദ്യാർത്ഥികളിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും കൂടുതൽ ആശയങ്ങൾ ലഭിക്കുന്നതിനുമായിട്ട് ഒരു സ്റ്റാർട്ടപ്പ് പോർട്ടൽ പ്രവർത്തിപ്പിക്കുന്നതാണ്. അപ്പൊ ഇതിലൂടെ സ്റ്റാർട്ടപ്പുകളുടെ ഉൽപ്പന്നങ്ങൾക്കും അവരുടെ ടെക്നോളജികൾക്കും കൂടുതൽ പ്രചാരം ലഭിക്കുന്നതാണ്. അപ്പൊ ഇതിനായിട്ട് 2.5 ലക്ഷം രൂപ ലഭ്യമാണ്. ഈ അഗ്രി ഇൻക്യുബേഷൻ സെന്ററുകൾ വഴി പുതിയ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്നതിനായിട്ട് ഇതില് ഫണ്ട് നീക്കിവെച്ചിട്ടുണ്ട്. അപ്പൊ അത് സംസ്ഥാനത്തിനുള്ളിലുള്ള ഇൻക്യുബേറ്ററുകളോ ദേശീയ തലത്തിലോ അന്തർദേശീയ തലത്തിലോ ഉള്ള ഇൻക്യുബേറ്ററുകൾ, ആക്സിലറേറ്ററുകൾ, ഗവേഷണ സ്ഥാപനങ്ങൾ എന്നിവയുടെ സഹകരണത്തോടെ സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾക്ക് സഹായം ലഭ്യമാകും. ഇപ്പൊ ഇൻക്യുബേറ്ററിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ടെക്നോളജി എന്നിവ ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള മുഴുവൻ ചെലവും അവർക്ക് അതിനുവേണ്ട ഇൻപുട്സിന്റെ ചെലവ് ഉൾപ്പെടെ 2 ലക്ഷം രൂപ വരെ സ്റ്റാർട്ടപ്പുകൾക്ക് നൽകുന്നതായിരിക്കും. ഇതിനു പുറമെ അവരുടെ ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ സേവനങ്ങൾ ഒരു മാർക്കറ്റിൽ ടെസ്റ്റ് മാർക്കറ്റ് ചെയ്യുന്നതിന്റെ ചെലവ് അതിന്റെ 50% 1 ലക്ഷം രൂപ വരെ നൽകാൻ ഈ പദ്ധതിയിൽ പ്രൊവിഷൻ ഉണ്ട്. ഇതിൽ പരമാവധി സബ്സിഡി 3 ലക്ഷം രൂപ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ ഇതില് ഈ ഉൽപ്പന്നത്തിന്റെ പേറ്റന്റ്, കോപ്പിറൈറ്റ് എന്നിവ രജിസ്ട്രേഷൻ ഉൾപ്പെടെ എല്ലാം ചെയ്യുവാൻ അവസരമുണ്ട്. ഇനി സാമ്പത്തികേതര ഘടകങ്ങളെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. കാർഷിക മേഖലയിൽ പുതിയ ഉൽപ്പന്നങ്ങളും ടെക്നോളജിയും ഡെവലപ്പ് ചെയ്യുന്നതിനായിട്ട് കാർഷിക വിദഗ്ധരിൽ നിന്ന് മാർഗനിർദ്ദേശം ലഭിക്കുവാനായിട്ട് ഈ പദ്ധതിയിൽ അവസരമുണ്ട്. സാങ്കേതിക വിദഗ്ധരുടെ ഉപദേശവും മേൽനോട്ടവും ബിസിനസ് വികസനത്തിനായിട്ട് നെറ്റ്വർക്കിങ്ങിനും ബിസിനസ് വികസനത്തിനും ഉപയോഗിക്കുന്നതിനുള്ള അവസരം ഇതിലുണ്ട്. വ്യവസായ വകുപ്പിന്റെ കീഴിൽ ഉള്ള പ്രവർത്തനങ്ങൾക്കായിട്ട് സ്റ്റാർട്ടപ്പ് മിഷനും കൃഷി വകുപ്പിന്റെ കീഴിലുള്ള ഏജൻസികളുമായി ചേർന്ന് വെർച്വൽ ഓഫീസുകളും വീഡിയോ കോൺഫറൻസിംഗ് തുടങ്ങിയ സൗകര്യങ്ങളും സൗജന്യമായോ സബ്സിഡി നിരക്കിലോ നൽകാൻ ഈ പദ്ധതിയിൽ വ്യവസ്ഥയുണ്ട്. സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾക്ക് എക്സിബിഷനും മറ്റ് ഏജൻസികളുമായി ചേർന്ന് കോൺഫറൻസ്, എക്സിബിഷൻ എന്നിവയിൽ പങ്കെടുക്കുന്നതിനും സബ്സിഡി നിരക്കിൽ ഉൽപ്പന്നങ്ങൾ സ്റ്റാർട്ടപ്പ് പോർട്ടലിൽ പ്രദർശിപ്പിക്കുന്നതിനും അവസരമുണ്ട്. ഡിപ്പാർട്ട്മെന്റിന്റെ ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിലൂടെയും ആമസോൺ, ജിയോമാർട്ട് തുടങ്ങിയ ജനപ്രിയ പ്ലാറ്റ്ഫോമുകളിലൂടെയും മാർക്കറ്റിംഗ് പിന്തുണയ്ക്കും ഷോപ്പ് സൃഷ്ടിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ സ്റ്റാർട്ടപ്പുകൾക്ക് ചെയ്തു കൊടുക്കുന്നതാണ്. ഗവൺമെന്റ് സംഘടിപ്പിക്കുന്ന B2B മീറ്റുകളിൽ സൗജന്യമായോ സബ്സിഡി നിരക്കിലോ പങ്കെടുക്കുന്നതിനുള്ള അവസരം നൽകുന്നുണ്ട്. ഡിപ്പാർട്ട്മെന്റിലെ സ്ഥാപനങ്ങളിലും SFIC സഹായിച്ചിട്ടുള്ള MSMEകളിലും ഇന്റേൺഷിപ്പ് ചെയ്യുന്നതിനുള്ള സഹായം ലഭ്യമാക്കുന്നു. നബാർഡ്, കേരള സ്റ്റാർട്ടപ്പ് മിഷൻ, IIM കാലിക്കറ്റ്, ഇൻക്യുബേറ്ററുകൾ, ദേശീയവും അന്തർദേശീയവുമായ സ്ഥാപനങ്ങൾ എന്നിവയുടെ സഹായത്തോടെ ബിസിനസ് പ്ലാനുകൾ സംരംഭകർക്ക് നൽകുന്നതാണ്. കേരള സ്റ്റേറ്റ് സ്റ്റാർട്ടപ്പ് മിഷൻ, SFIC, സമേതി, IIM, ഇൻക്യുബേറ്ററുകൾ, ദേശീയ അന്തർദേശീയ സ്ഥാപനങ്ങൾ എന്നിവയുടെ സഹായത്തോടെ വിവിധ വിഷയങ്ങളിൽ സ്റ്റാർട്ടപ്പുകൾക്കായിട്ട് ഓൺലൈനും ഓഫ്ലൈനുമായിട്ടുള്ള പരിശീലനങ്ങൾ നടത്തുന്നതാണ്. വെഞ്ചർ ക്യാപിറ്റലും ഏഞ്ചൽ ഇൻവെസ്റ്റിങ്ങും മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നുള്ള ധനസഹായത്തിനും പിന്തുണ നൽകുന്നതാണ്. സ്റ്റാർട്ടപ്പുകൾക്ക് നേതൃത്വ വികസനത്തിനുള്ള അവസരങ്ങൾ, NRKയുടെയും NRIസിന്റെയും മാർഗനിർദ്ദേശം എന്നിവ ഒരു കുടക്കീഴിൽ നൽകുവാനായിട്ട് ഈ പദ്ധതിയിൽ അവസരമുണ്ട്. The secret of business is to know something that nobody else knows.
അപ്പോൾ അതാണ് നമ്മളൊരു പുതിയ ഇന്നവേറ്റീവ് ഐഡിയയാണ് നമ്മൾ കാർഷിക വികസനത്തിനായിട്ട് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം തുടരാം. നമുക്ക് പ്രസന്റേഷനിലേക്ക് തിരിച്ചു വരാം. SFACയുടെ വെബ്സൈറ്റിലേക്ക് ഈ സ്റ്റാർട്ടപ്പ് പ്രൊമോഷൻ പദ്ധതിയുടെ അപേക്ഷകൾ ഓൺലൈനായിട്ട് സ്വീകരിച്ചു വരുന്നു. www.sfackerala.org എന്ന വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് ഇതിനുള്ള അപേക്ഷകൾ സമർപ്പിക്കാം. വെബ്സൈറ്റിൽ വലതുവശത്ത് ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ പേജ് ഉണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ മൊബൈൽ നമ്പരും ഇമെയിലും രജിസ്റ്റർ ചെയ്ത് OTP വെരിഫൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അപേക്ഷ പൂർത്തീകരിക്കാവുന്നതാണ്. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ വിശദവിവരങ്ങൾ നൽകാം. അവസാനത്തെ പേജിൽ ഡോക്യുമെൻ്റ് അപ്ലോഡിൽ നിങ്ങളുടെ ആധാറിൻ്റെ PDF കോപ്പി, നിങ്ങളുടെ ബിസിനസ് പ്ലാനിൻ്റെ കോപ്പി എന്നിവ അപ്ലോഡ് ചെയ്ത് ഓൺലൈൻ അപേക്ഷ പൂർത്തീകരിക്കാം. ഈ സംരംഭകർക്ക് ഓൺലൈൻ അപേക്ഷ കഴിഞ്ഞാൽ അതിൽ SFAC അപേക്ഷകൾ വെരിഫൈ ചെയ്യുന്നു. അപേക്ഷകനുമായിട്ട് ഓൺലൈൻ ഇൻ്റർവ്യൂ, അപേക്ഷകൻ്റെ ബിസിനസ് പ്ലാൻ പ്രസൻറ്റേഷൻ എന്നിവ ഉണ്ടാവും. ഇതിന് ശേഷം ടെക്നിക്കൽ കമ്മിറ്റി ആശയങ്ങൾ തിരഞ്ഞെടുക്കുകയും സംരംഭകർക്ക് പ്രൈമറി അപ്രൂവൽ ലെറ്റർ നൽകുകയും ചെയ്യും. അത് കഴിഞ്ഞാൽ ടെക്നിക്കൽ കമ്മിറ്റി സംരംഭകരുടെ പ്രോഡക്ട്സ്, അതിൻ്റെ സർവീസ്, ടെക്നോളജി അത് വികസിപ്പിക്കുന്ന സ്ഥലങ്ങൾ സന്ദർശിക്കുകയും ടെക്നോളജികൾ രൂപീകരിച്ചതിന് ശേഷം അത് തിരഞ്ഞെടുക്കുകയും സബ്സിഡിക്കായിട്ട് തിരഞ്ഞെടുക്കുകയും ഇതിനുള്ള മാനേജിംഗ് കമ്മിറ്റിയും SFACയുടെ ജനറൽ ബോഡിയും അംഗീകരിച്ച ശേഷം സബ്സിഡി റിലീസ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാത്തിലും ലോൺ അക്കൗണ്ട് നിർബന്ധമാണ്. 3 ലക്ഷം രൂപയിൽ കൂടുതലുള്ള തുക ബാക്ക് എൻഡ് സബ്സിഡി ആയിട്ടാണ് നൽകുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതുമായിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കൃഷി വകുപ്പിൻ്റെ കാർഷിക വിവര സങ്കേതം കോൾ സെന്ററിന്റെ ടോൾ ഫ്രീ നമ്പർ 1800-425-1661 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഒക്ടോബർ മാസം 15 ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാവുന്ന അവസാന തീയതി. ഇതുവരെ ഈ പ്രസന്റേഷൻ കണ്ടിരുന്ന, ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും കൃഷി വകുപ്പിന് വേണ്ടി നന്ദി പറയുന്നു. പ്രിയമുള്ളവരെ, വളരെ സമ്പന്നമായ ഒരു കാർഷിക സംസ്കൃതിയും ലോക നിലവാരത്തിലുള്ള ഉൽപ്പന്നങ്ങളും നമ്മുടെ കേരളത്തിനുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഇത് പലതും അവഗണിക്കപ്പെട്ട് പോയിട്ടുണ്ട്. അപ്പം നമ്മുടെ നന്മയുടെ പഴയ സുവർണ കാലഘട്ടത്തിലേക്ക് ഒരു തിരിച്ചുപോക്കാണ്
നമ്മൾ ഈ സ്റ്റാർട്ടപ്പ് സംരംഭങ്ങളുടെ പ്രൊമോഷൻ വഴി ഉദ്ദേശിക്കുന്നത്. ഈ ചലഞ്ചിൽ പങ്കെടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? കേരളത്തിന്റെ കാർഷിക മേഖലയ്ക്ക് കരുത്തു പകരാൻ നിങ്ങളെല്ലാവരെയും കൃഷി വകുപ്പിന് വേണ്ടി ഈ പദ്ധതിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒക്ടോബർ 15 വരെ നിങ്ങൾക്ക് ഇതിൽ അപേക്ഷിക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കാർഷിക വിവര സംഘത്തിന്റെ ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിച്ചാൽ നമുക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ പറ്റും. ഇനി ഈ സമയത്തല്ലെങ്കിലും ഈ 15-ാം തീയതി വരെ രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 8 മണി വരെ നിങ്ങൾക്ക് കാർഷിക വിവര സംഘത്തിൽ വിളിച്ചാൽ നമ്മുടെ ഏറ്റവും മിടുക്കരായ ഓഫീസേഴ്സ് നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതാണ്. അപ്പൊ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കാം, അല്ലെങ്കിൽ ഫേസ്ബുക്ക് ലൈവിലെ ചാറ്റ് ബോക്സിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇതുവരെ ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം.